ഏഷ്യാനെറ്റിൻ്റെ പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കിയെന്ന വിവരം പുറത്തു വന്നപ്പോൾ എന്തൊരാഘോഷം. ഒരു സിംഗിൾ ബെഞ്ച് ജഡ്ജിൻ്റെ വിധി നേരത്തെ ഗവർണറുടെ കാര്യത്തിലും സർക്കാരിന് അനുകൂലമായിട്ട് പലപ്പോഴും വന്നിരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഏഷ്യാനെറ്റ് ആശ്വാസം വാരിക്കോരി സർക്കാരിന് നൽകിയിരുന്നിടത്ത് ഇപ്പോൾ ഏഷ്യാനെറ്റിന് ഒരു പോക്സോ കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു അനുകൂല വിധി കിട്ടിയപ്പോൾ അത് ആഘോഷമായി മാറിയിരിക്കുകയാണ്. അത് നിയമ പോരാട്ടത്തിൻ്റെ വിജയമായി മാറിയിരിക്കുകയാണ്. അവിടെ ആശ്വാസമല്ല. കാര്യം സിംഗിൾ ബെഞ്ചോടുകൂടി എല്ലാം അവസാനിച്ച് എന്ന് ഏഷ്യാനെറ്റ് കരുതുകയാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ സംഘപരിവാർ ചാനലുകൾക്ക് സാധൂകരണം കൊടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന മുഖമാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഇന്നലെ രാത്രിയിലെ അന്തിച്ചർച്ചയിൽ സതീശൻ തന്നെ നേരിട്ട് പോയിരിക്കുകയായിരുന്നു. അവരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സതീശൻ ഘോരം ഒച്ചയിടുകയാണ്. എന്തിനു വേണ്ടി? നാളെ തിരിച്ചു ഉപകാരസ്മരണ ഉണ്ടാകണം. ഇന്നിപ്പോൾ നിങ്ങൾ കാണിച്ചൊരു നെറുകേടിന് നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ഒരു വിധിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ ഈ ജനങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാൻ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്കും ഇതുപോലുള്ള സഹായം തിരിച്ചു വേണം. അതായത് ഒരു പരസ്പര ധാരണയാണ്. അതുകൊണ്ടാണ് സതീശൻ പോയിരുന്ന് സംഘപരിവാർ ചാനൽ ചെയ്ത ഒരു നെറുകെട്ട പ്രവർത്തനം. ഏത് നെറുകെട്ട പ്രവർത്തനം? ഇപ്പം സതീശൻ്റെ കൂടെ നിൽക്കുന്ന PV അൻവർ എന്ന വ്യക്തി ഏഷ്യാനെറ്റിനെതിരെ കൊടുത്ത പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ലോകത്ത് സാമാന്യ യുക്തിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാകും, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ചാനലിലെ ഒരു ജീവനക്കാരിയുടെ മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടി പീഡനത്തിനിരയായെന്നും ലഹരിക്ക് അടിമയാണെന്നും വ്യാജമായി പറയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ? കോടതി വിധി അവിടെ നിൽക്കട്ടെ. അതിനെയാണിപ്പോൾ ന്യായീകരിച്ച് തള്ളുന്നത്. വാർത്ത ലഹരിക്കെതിരെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്, ഇന്നത്തെ ഈ ലഹരി വ്യാപനത്തെ തടയാൻ വേണ്ടിയായിരുന്നു അത്രേ ഞങ്ങൾ അന്ന് വ്യാജ വാർത്ത സൃഷ്ടിച്ചതെന്നാണ് ചവർ സ്റ്റോറി ഫെയിമിൻ്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. എന്തായാലും സിംഗിൾ ബെഞ്ച് ജഡ്ജിൻ്റെ വിധി ഇത്രമാത്രം വലിയ നിയമപോരാട്ട വിജയമാണെങ്കിൽ ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ 2 കോടതികൾ തള്ളിയ ഹർജി ഇപ്പോഴും വാർത്ത കൊടുത്ത് അലക്കുന്നുണ്ടല്ലോ അല്ലേ? അന്ന് 2 കോടതി വിധികളൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് ദഹിക്കും. അത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴും നിങ്ങൾക്ക് സർക്കാരിന് ആശ്വാസം, വീണയ്ക്ക് ആശ്വാസമായിരുന്നു. നിങ്ങൾ ചെയ്തൊരു കുറ്റത്തിന് നിങ്ങൾക്ക് വിധി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമല്ല, നിങ്ങൾക്ക് ആഘോഷം. എന്തായാലും നടക്കട്ടെ. കേരളത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ എല്ലാ ഉത്തരവുകളും, അത് പലപ്പോഴും ചില ജഡ്ജി ദേവന്മാർ നൽകിയിട്ടുള്ള ഉത്തരവുകൾ ഡിവിഷൻ ബെഞ്ചിൽ തള്ളിപ്പോയിട്ടുണ്ട്. അതൊന്നും മറക്കണ്ട. നിയമപോരാട്ടം അവസാനിച്ചു എന്നും കരുതണ്ട. ഈ നാട്ടിൽ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരു സ്ഥാപനം ഒരു വ്യാജ വ്യക്തിയെ വെച്ചിട്ട് ആ പ്രായം തികയാത്ത കുട്ടി പീഡനത്തിനിരയായിട്ടില്ല, പക്ഷേ പീഡനത്തിനിരയായി എന്ന് നിങ്ങൾ പറയിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് ചെയ്ത പ്രവർത്തനം നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയുടെ ചില ഉത്തരത്താളുകളിൽ മാത്രമേ സ്വയം വെള്ളപൂശാൻ പറ്റൂ. പക്ഷേ മനുഷ്യരുടെ മനസാക്ഷിക്ക് മുന്നിൽ നിങ്ങൾ ചെയ്ത നെറുകേട് അല്ലെങ്കിൽ വാർത്ത എന്ന പേരിൽ ചെയ്ത തോന്നിവാസം അത് സമൂഹം മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതിന് ഏത് സതീശനെ കൊണ്ടുവന്നിരുത്തി വെള്ളപൂശാൻ ശ്രമിച്ചാലും സംഘപരിവാർ ചാനലുകളുടെ ഉദ്ദേശം എന്താണെന്നും അതിനകത്തിരിക്കുന്ന അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നും ഈ നാടിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് വാർത്താ കച്ചവടക്കാർ ഒരു വിധി അനുകൂലമായി കിട്ടി എന്ന് കരുതിക്കൊണ്ട് അധികം തുള്ളാതെ, ആ തുള്ളലിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.